വായിച്ചു, ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. ശരി. അപ്പൊ പറഞ്ഞതല്ല, നിങ്ങൾ ഏതോ ഒരു മൗലവി എഴുതിയത് കൊണ്ടുവന്നതാണ്. അത് ഞങ്ങൾ ഉത്തരവാദിയല്ല. അത് ആ മൗലവിങ്ങളെ പറ്റിച്ചതാണ്. മൗലവിമാര് നിങ്ങളെ പറ്റിച്ചതാണ്. സങ്കടപൂർവം അറിയിച്ചു കൊള്ളുന്നു. ഇനി പറയും ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി പറഞ്ഞത് അറബിയിലാണ്. അറബി ഉണ്ടെങ്കിൽ വായിക്കാം. അപ്പൊ എന്തായാലും കിതാബ് എടുത്ത കള്ളി പൊളിയെന്ന് മനസ്സിലായിപ്പോ. ഉറപ്പല്ല, കിതാബ് എടുത്ത കള്ളി ഉറപ്പാണ്. കള്ളി പൊളിയുന്നത് കൊണ്ടാണ് നിങ്ങൾ കിതാബ് എടുക്കാത്തത്. ഞാൻ പറഞ്ഞതിന് കിതാബ് ഞങ്ങൾ എടുത്തു. കാരണം ഞങ്ങൾക്ക് ധൈര്യമാണ് കള്ളി പൊളിയിലാന്ന്. നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ അത് നോക്കി ഒന്ന് കൊണ്ടു കൊടുത്താണ്. യാ അല്ലാഹ് ഒന്ന് കൊണ്ടെടുക്കുക. ഞങ്ങൾ പറഞ്ഞതിന് ധൈര്യം ഉണ്ടോ അല്ലേ അപ്പൊ നോക്കാലോ. നിങ്ങൾ പറഞ്ഞത് ഉണ്ടോന്നും ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. ഞങ്ങൾക്ക് ഇതൊക്കെ പുത്തിരിയല്ല. പടച്ചോനെ തൗഫീഖ് കൊണ്ട് ഇതൊക്കെ പലപ്പോഴും കേട്ടതാ. അവിടെ നീ നുണ ഇങ്ങനെ പറയാ, ഏതോ മൗലവിമാര് എഴുതിയത് ഇങ്ങനെ വായിക്കുക, അത് ഖുർആൻ സുന്നത്ത് പറഞ്ഞ വിഴുങ്ങ സഫാത്ത് പറയാ, അതൊന്നും ഞങ്ങളെ മുമ്പിൽ നടക്കൂല. നിങ്ങൾ കൊണ്ടുവരുന്ന കിതാബ് വായിക്കാൻ ഞങ്ങളോട് വന്നിക്കണേ. ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമുണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയുക, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയുക. നിങ്ങൾ കൊടുന്ന ആ കിതാബ് ഞങ്ങൾ വായിക്കി എന്ന് പറഞ്ഞാൽ അതൊക്കെ വായിക്കാനുള്ളതല്ല നമ്മള്. നിങ്ങൾ പറയുന്നത് ഫത്ഹുൽ ബാരി ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടോ? ഫത്ഹുൽ ബാരിയിൽ അങ്ങനെ മലയാളത്തിൽ ഇല്ല. മലയാളത്തിൽ ചോദിച്ചിട്ടില്ല ഉസ്താദേ. മലയാളത്തിൽ ഞങ്ങൾ പറഞ്ഞത് ഫത്ഹുൽ ബാരിയിലുള്ളത് അറബിയിലാണ്. അറബി ഇബാറത്ത് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങൾ മൗലവിമാര് എഴുതി വെച്ചത് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. നിങ്ങളെ ചോദ്യത്തിനാണ് മറുപടി പറയേണ്ടത് എന്നാ നിങ്ങൾ പറഞ്ഞത്. ഞാൻ പറയട്ടെ, നിങ്ങളെ ചോദ്യത്തിനാണ് ഞാൻ മറുപടി പറയുന്നത്. ചോദ്യമായിരിക്കണം. നിങ്ങൾ പറയുന്നത് ഫത്ഹുൽ ബാരിയിൽ ഉണ്ട് എന്നാണ്. അത് ചോദ്യമാവണമെങ്കിൽ ഫത്ഹുൽ ബാരിയുടെ ഇബാറത്ത് വായിക്കണം. അത് അറബിയിലാണ്, അത് വായിക്കണം. അപ്പോഴേ ചോദ്യമാവൂ. നിങ്ങൾ ഏതോ മൗലവി എഴുതിയത് ഫത്ഹുൽ ബാരിയുടെ പേരിൽ വായിച്ചാൽ അത് ചോദ്യമാവൂല. അതേ അവസരത്തിൽ ഞങ്ങൾ പറഞ്ഞതിന് കിതാബാണ് ഇവർ തെളിയിക്കുന്നത്. ആ കിതാബിലുള്ളത് നിങ്ങൾക്ക് ശരിയല്ലെങ്കിൽ അത് വിളിച്ചു പറയാം. ഇതാണ് യാഥാർത്ഥ്യം. നുണ പറയരുത്. അതുകൊണ്ട് നിങ്ങൾക്ക് ആ ചോദ്യം സാധാരണ മുജാഹിദിന് ഉത്തരം മുട്ടുകയെന്നേ നമ്മൾ കേട്ടിട്ടുള്ളൂ. ഇപ്പൊ ഇവിടെ വന്ന് നോക്കുമ്പോൾ മുജാഹിദിന് ചോദ്യവും മുട്ടുകയാണ്. അങ്ങനെ ഉത്തരം മുട്ടുക, ചോദ്യവും മുട്ടുക, അങ്ങനെ ഒരു അവസ്ഥയിലപ്പം മുജാഹിദ് ഉള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് ചോദ്യം അതല്ലെങ്കിൽ വേറെ ചോദിക്കാം. അല്ല അതിന്റെ അറബി ഇബാറത്ത് അറിയെങ്കിൽ അത് ചോദിക്കും ചെയ്യാം. അതിനും കുഴപ്പമില്ല. ഞാൻ അർത്ഥം വെച്ചാലും ഉസ്താദ് അർത്ഥം വെച്ചാലും ഇതേ മലയാളത്തിലുള്ള അർത്ഥം തന്നെയാണ് ഉസ്താദ് വരിക. അല്ല അത് നമുക്ക് പിന്നെ തീരുമാനിക്കാം. വായിക്കാൻ മടി നിങ്ങളല്ല വായിക്കാൻ മടി, എനിക്കല്ലോ. ഞാനിവിടെ അല്ല നിങ്ങൾ ചോദിച്ചതിന് ഞാൻ വായിക്കും. എന്താ ഈ കേൾക്കണ റബ്ബേ? ഞാൻ അതിന്റെ അർത്ഥം വായിച്ചല്ലോ, ഉസ്താദിന്റെ ഒന്നും വായിക്കുന്നില്ല. ഞാൻ അല്ലേ ഇല്ലാതല്ലേ ഞാൻ ഈ പറഞ്ഞത്. പിന്നെന്താ അങ്ങനത്തെ സംഭവം ഇല്ലാന്നോ? ഇല്ലാതെ സമൂഹത്തിന് ആ ഫത്ഹുൽ ബാരി എടുത്തുകൊണ്ട് വായിച്ചു കൊടുക്കണം. അതെ നിങ്ങൾ പറയും, വായിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയും. ഞാൻ അതിന്റെ ഇബാറത്തിന്റെ അർത്ഥമാണ് വായിച്ചത്. ഞാൻ വായിച്ചാലും അർത്ഥം വെച്ചാലും അതൊന്നില്ലെങ്കിലും മുത്താലിമിക്ക് ദർശകത്വം കൊടുക്കണമല്ലേ. ഉസ്താദ് അർത്ഥം വെച്ചാലും ഞാൻ അർത്ഥം വെച്ചാലും ഇതേ അർത്ഥാണ് വരിക. അങ്ങനെ ഒരു സംഗതി ഇല്ലേ? പിന്നെന്താ ഇല്ലാത്ത സംഗതി അങ്ങനെ വരിക. അപ്പൊ കിതാബ് ഇല്ലെങ്കിൽ പിന്നെ ആ കിതാബ് നിങ്ങള് അത് ശരി ഞാൻ പറഞ്ഞ കിതാബാണ്. അപ്പൊ ഇബാറത്തില്ലാത്ത കിതാബൊക്കെ പിടിച്ചോളി, വായിക്കി. എന്താണ് അതിലില്ലേ? എന്താ ഹബീബെ ഈ പറയണത്? എന്തെങ്കിലും പറയില്ല, നിങ്ങൾ സമയം കളയില്ല. എന്താ ഈ പറയുന്നത്? നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന്റെ കിതാബ് ഞാൻ കൊണ്ടുവരണമെന്ന് പറഞ്ഞാല് ഇത് മനുഷ്യരോട് പറയാൻ പറ്റുമോ? നിങ്ങൾ ചോദിക്കണ ചോദ്യത്തിന്റെ കിതാബ് നിങ്ങളാ കൊണ്ടുവരേണ്ടത്, അത് ഞാനല്ല. അത് നല്ല തമാശ. ഇവിടെ നിങ്ങൾ എന്തൊക്കെ ചോദിക്കാൻ വരുന്നത് എനിക്കറിയോ? അത് നല്ലതാ. എന്നിട്ട് ഞാൻ അതിനുള്ള ചോദ്യങ്ങളെ കിതാബ് ഞാൻ ലോറിയിൽ വരേണ്ടി വരും. ഇവിടെ ഈ കഥ ഇല്ലാത്ത വർത്താനം ചോദിക്കരുത്. കിതാബ് ചിലപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടാവില്ല, എന്നാ ഇബാറത്ത് ഉണ്ടാവും, അതെങ്കിലും വായിക്കുക. അങ്ങനെ ചെയ്യാം. അതില്ലെങ്കിൽ നിങ്ങളെന്തോ എന്ന് പറഞ്ഞു അതിന് ഞാൻ കിതാബ് വായിക്കണമെന്ന് പറഞ്ഞാൽ അയ്യയ്യേ KG കുട്ടികളെ പോലും പറയരുത്. ഇതൊന്നും അന്തല്ലാത്ത പോലും പറയേണ്ട വർത്താനാണ്. ബുദ്ധിയുള്ളവർ പറയേണ്ടതല്ല. അതുകൊണ്ട് ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം. കിതാബിന്റെ ഇബാറത്തുണ്ടെങ്കിൽ ചോദിച്ചോളൂ, മറുപടി പറയും. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ അതിന്റെ വിശദീകരണം നൽകാം. എന്തായാലും അതില്ല, ഞാൻ വേറെ ഇബാറത്ത് വായിച്ച ഇബാറത്ത് ഒരു വെപ്പ് എത്തിക്കുക, എന്നിട്ട് മതി. അതായത് നമ്മൾ വായിച്ച ഇബാറത്ത് ഒരു വെപ്പും എത്തുക. അതായത് നിങ്ങൾ ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനിന്റേതായിട്ട് ഇബാറത്ത് വായിച്ചിട്ടില്ല, അർത്ഥം നിങ്ങൾ ഏതോ മൗലവി എന്തോ പറഞ്ഞു തന്നത് വായിക്കുകയാണ്. അങ്ങനെ ഒരു ഇബാറത്ത് ഫത്ഹുൽ ബാരിയിൽ ഇല്ല. ഫത്ഹുൽ ബാരിയുള്ളത് അറബിയിലാണ്.
അതിൽ പറഞ്ഞിട്ടുണ്ട് അള്ളാന്റെ റസൂലിന്റെ കാലത്ത് സ്ത്രീകൾ പുറത്തു പോയി അവർ പള്ളിയിലേക്ക് പോയിരുന്നു, അവർ ത്വവാഫ് ചെയ്തിരുന്നു, അവർ റസൂലുള്ളാന്റെ കൂടെ കൂടി. അതൊക്കെ ഹദീസിലുണ്ട്, ഞങ്ങൾക്കറിയാം. അത് ശരി തന്നെയാണല്ലോ, പള്ളിയിലേക്ക് തന്നെ പോയിരുന്നത്. കാരണം മക്കത്തെ പള്ളിയിൽ പോയെങ്കിലേ ഹജ്ജ് ചെയ്യാൻ കഴിയുള്ളൂ, ഉംറ ചെയ്യാൻ കഴിയുള്ളൂ. ത്വവാഫ് ചെയ്യണമെങ്കിൽ മക്കത്തെ പള്ളിക്ക് പോണം. ആ പള്ളിയിൽ ചെന്ന് കഴിയുന്ന കർമ്മങ്ങളാണ് ഏത്? ഈ ഹജ്ജിന്റെ കർമ്മങ്ങൾ, ഉംറയുടെ കർമ്മങ്ങൾ. യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആ പ്രവർത്തനങ്ങൾ അത് സഹോദരന്മാരെ, സഹാബി വനിതകൾ പോയിരുന്നു, സംശയമില്ല, അത് ശരിയാണ്. അതിനെക്കുറിച്ച് കിതാബിൽ ഫതുഹുൽ ബാരിയിലുണ്ട്, മറ്റു പല കിതാബിലുണ്ട്. റസൂലുള്ളാന്റെ കൂടെ അന്യ സ്ത്രീകൾ, അന്യ പുരുഷന്മാർ പങ്കെടുക്കുന്ന ജുമുഅ ജമാഅത്തുകളിൽ സംബന്ധിക്കാൻ സ്ത്രീകൾ പോയിരുന്നു എന്ന് അതിന് വരട്ടെ, അതല്ലേ വേണ്ടത്. അത് റസൂലുള്ളാന്റെ ഭാര്യമാര് പോയി, അതുപോലെ പെൺകുട്ടികൾ പോയി എന്ന ഇബാറത്തുണ്ടെങ്കിൽ വരണം. എന്തെങ്കിലും പറയരുത്, സമയം കളയരുത്. സമയം വളരെ അമൂല്യമാണ്. അത് അതിൽ ഈ പറഞ്ഞ വായിച്ച ഇബാറത്തിനൊന്നുമില്ല. ഇങ്ങനെ കിതാബിൽ പലതിലും ഉണ്ട്. അതിന് പള്ളിക്ക് പോണം. സ്ത്രീകൾ ആരും മക്കത്തെ പള്ളിക്ക് പോയിട്ടില്ല എന്ന് ഞങ്ങൾ പറയുന്നുണ്ടെങ്കിലല്ലേ ഞങ്ങൾക്ക് എതിരുള്ളത് തെളിവാകുള്ളൂ. ഹജ്ജ് ചെയ്യണമെങ്കിൽ, ഉംറ ചെയ്യണമെങ്കിൽ, ത്വവാഫ് ചെയ്യണമെങ്കിൽ മക്കത്തെ പള്ളിയിലേക്ക് പോകണം, ഉറപ്പന്നെയാണ്. അത് പോയിട്ടുണ്ട്. നമ്മളെ ചർച്ച അതിനല്ല. സ്ത്രീകൾ ജുമുഅക്കും ജമാഅത്തിനും വേണ്ടി അന്യപുരുഷന്മാർ പങ്കെടുക്കുന്ന വേദികളിലേക്ക്, സ്ഥലങ്ങളിലേക്ക് പോയിട്ടുണ്ടോ? അതിന് ഇബാറത്തുണ്ടെങ്കിൽ വായിക്കുക. വെറുതെ സമയം കളയരുത്. നിങ്ങൾക്ക് ചോദ്യം മുട്ടിയിട്ടുണ്ടെങ്കിൽ വേറെ ആൾക്ക് വായിക്ക കൊടുക്കുക, ചോദിക്കട്ടെ. ഇപ്പൊ ഹജ്ജായി, ഞാൻ എല്ലാ നിസ്കാരത്തിനും റസൂലുള്ളാഹി തങ്ങളുടെ കൂടെ പോയി എന്നാ പറഞ്ഞത്, ഹജ്ജിന് പോയി എന്നല്ല. ആ കാര്യം അവിടെ നിൽക്കണം. നമുക്ക് ഓരോ വിഷയം ചർച്ച ചെയ്യാം. നിസ്കാരത്തിന് അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ നിസ്കരിച്ചിരുന്നു എന്ന് ഫതഹുൽ ബാരിയിൽ രണ്ടാമത്തെ വാള്യം 197 പേജിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്തു പറയുന്നു? അങ്ങനെ മലയാളത്തിൽ ഫതുഹുൽ ബാരിയിൽ ഇല്ലേ ഇല്ല എന്ന് ഞങ്ങൾ അതേക്കുറിച്ച് പറയുന്നു. ഫതഹുൽ ബാരി മലയാളത്തിലാണെന്ന് എനിക്ക് വാദമേ ഇല്ലേ ഇല്ല. അറബിയിലുള്ള ഇബാറത്ത് നിങ്ങൾ കൊണ്ടുവരിക തന്നെ ചെയ്യണം. അപ്പൊ അതിന്റെ മറുപടി ഇവിടുന്ന് പറയും ചെയ്യും. അതാണ് പറയേണ്ടത്. നേരത്തെ പറഞ്ഞതല്ല ഇപ്പൊ നിങ്ങൾ പറഞ്ഞത്. ഞാൻ ഒന്നുകൂടി വിശദീകരണം നൽകാം. നേരത്തെ പറഞ്ഞത് എന്താ? റസൂലുള്ളാഹിന്റെ ഭാര്യമാരും സ്ത്രീകളും പെൺകുട്ടികളും ഒക്കെ പോയ കഥയെ നിങ്ങൾ പറഞ്ഞത്. ഇപ്പൊ പറഞ്ഞത് സ്ത്രീകൾ, മുസ്ലിം സ്ത്രീകൾ പോയിരുന്നു. എന്നാ അവിടെയും ഞാൻ വിശദീകരണം നൽകാം. അത് സഹീഹുൽ ബുഖാരിയിലുണ്ട്, ഫതുഹുൽ ബാരിയിലുണ്ട്, ഖസ്തല്ലാനിയിലുണ്ട്, എല്ലാതിലുണ്ട്. വഖദ് കുന്ന നിസാഉൽ മുഅ്മിനാത്തി യുസല്ലീന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ മുസ്ലിം സ്ത്രീകൾ നിസ്കരിച്ചിരുന്നു. സ്വലാത്തൽ ഫജ്ർ, സുബ്ഹി നിസ്കാരം നിസ്കരിച്ചിരുന്നു എന്ന് ഇസ്ലാമിന്റെ ആദ്യകാലത്ത്. അതും ബുഖാരിയിലുണ്ട്, ഫതുഹുൽ ബാരിയിലുണ്ട്. അതായിരിക്കും നിങ്ങൾ ഒരു പക്ഷേ പറയുന്നത്. അതിന് അറബി വായിക്കണ്ട, എന്നാലല്ലേ ഇത് എന്തിനെ കുറിച്ചാന്ന് അറിയുള്ളൂ. ഇത് മലയാളത്തിൽ ഇങ്ങനെ പറയാണ്. അതാ ഞാൻ ഇബാറത്ത് വായിക്കണം എന്ന് പറയുന്നത്. അത് സഹീഹുൽ ബുഖാരിയിൽ തന്നെയുണ്ട്, ഫതുഹുൽ ബാരിയിൽ തന്നെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാമിന്റെ ആദ്യകാലത്ത് നടന്ന സംഭവമാണ്. അങ്ങനെ ചില സ്ത്രീകളൊക്കെ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് റസൂലുള്ളാഹിന്റെ കൂടെ ആദ്യകാലത്ത്. സംശയമില്ല, ഞങ്ങൾ നിഷേധിക്കുന്നില്ല. ആദ്യകാലത്ത് ഇസ്ലാമില് കള്ളുകുടി അനുവദനീയായിരുന്നു. പിന്നെയാണ് കള്ള് നിരോധിച്ചത്. കാനത്തിൽ കിലാബു തുഖ്ബിലു വ തുദ്ബിരു ഫീ മസ്ജിദ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാമിന്റെ ആദ്യകാലത്ത് റസൂലിന്റെ പള്ളിയിലേക്ക് സ്ത്രീകൾ മാത്രമല്ല പട്ടികളും വന്നിരുന്നു, നായകൾ. കാനത്തിൽ കിലാബു തുഖ്ബിലു വ തുദ്ബിരു വ തബൂലു ഫീ മസ്ജിദ് റസൂലില്ലാഹി എന്നും കാണാം ചില ഹദീസുകളിൽ. റസൂലുള്ളാഹിന്റെ കാലത്ത്, ആദ്യകാലത്ത് റസൂലുള്ളാഹിന്റെ പള്ളിയിൽ പട്ടികളും വന്നിരുന്നു, നായകളും വന്നിരുന്നു. വരിക, പോവുക, അവർ മൂത്രിക്കുക, അതൊക്കെ ചെയ്തിരുന്നു. അതുകൊണ്ട് ഇന്ന് സ്ത്രീകളെ പോകുമ്പോൾ ഒരു പട്ടിണി കൊണ്ടുപോകാൻ പറ്റുമോ? പറ്റൂലല്ലോ. ഇതൊക്കെ ഇസ്ലാമിന്റെ ആദ്യകാലത്ത് നടന്ന ഓരോ സംഭവങ്ങളാണ്. അതാണ് നിങ്ങൾ ഉദ്ദേശിച്ചതെങ്കിൽ, ഞാൻ പറയുന്നത് ഇബാറത്ത് വായിക്കാത്തത് കൊണ്ട് മലയാളത്തില് ഫതുഹുൽ ബാരിയിലില്ല. അത് മൗലവിമാര് നിങ്ങളെ പറ്റിച്ചു പറഞ്ഞു തന്നതാണ്. അത് ശരിയല്ല. അതിന്റെ വിശദീകരണം റസൂലുള്ളാഹിന്റെ ഭാര്യമാരെയും പെൺകുട്ടികളെയും കുറിച്ചല്ല എങ്കിൽ പിന്നെ ഈ ഹദീസ് ആയിരിക്കും ഒരു പക്ഷേ നിങ്ങൾ ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ മൗലവിമാർ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് അതിന്റെ അപ്പുറം അറിയുന്നില്ലല്ലോ. അതുകൊണ്ട് ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല. അതുകൊണ്ട് ഇബാറത്ത് വായിച്ചാലേ അത് ഏതാണ് സംഭവം എന്ന് പറയാൻ പറ്റുള്ളൂ. ഏതായാലും അന്യ പുരുഷന്മാർ പങ്കെടുക്കുന്ന ജുമുഅ ജമാഅത്തുകളിൽ സ്ത്രീകൾ പങ്കെടുക്കണമെന്ന് കൽപ്പിച്ചിട്ടുള്ള ഒരു ഹദീസും ഫതുഹുൽ ബാരിയിൽ ഇല്ല.